ഹലോ നമസ്കാരം. ഇന്ന് നമ്മുടെ എൻഗാമ്പി വാഴയുടെ അടുത്താണ് നിൽക്കുന്നത്. എൻഗാമ്പി വാഴയെക്കുറിച്ച് നമുക്കൊന്ന് സംസാരിക്കാം. വിദേശ വാഴയിനങ്ങൾ കേരളത്തിൽ വന്നതിന് ശേഷം ഇത്രയും പേരുദോഷം കേട്ടിട്ടുള്ളൊരു വാഴയിനം പറയുന്നത് ഈ എൻഗാമ്പി മാത്രമാണ്. ഇതിന് നമ്മുടെ പൂജാകതളിയോട് സാദൃശ്യമുള്ളതുകൊണ്ട് ഇത് ആദ്യഘട്ടത്തിലൊക്കെ ആൾക്കാർ വിചാരിച്ചതെന്ന് പറഞ്ഞാൽ ടിഷ്യൂ കൾച്ചർ പൂജാകതളിയാണ് ഈ സാധനം. വലിയ കുലകളുണ്ടാകുന്നു, കുല കൊണ്ട് കൊടുക്കുമ്പോഴത്തേക്കും കടക്കാർക്ക് എടുക്കാൻ പ്രയാസമാണ്. ഇപ്പോൾ നോക്കാം, കുലകൾ സാമാന്യം വലിയ കുലയാണ്. പൂജാകതളിക്ക് ഇത്രയും വലിയ കുലകൾ സാധാരണ വരാറില്ല. അപ്പോൾ ആദ്യഘട്ടങ്ങളിൽ ഇത് പൂജാകതളിയാണെന്ന് തെറ്റിദ്ധരിക്കപ്പെട്ടിരുന്നതാണ്. ഇതൊരു ആഫ്രിക്കൻ വാഴയാണെന്നുള്ള കാര്യം നേരത്തെ അറിയാമല്ലോ. ഇനി ആഫ്രിക്കയിൽ നിന്ന് വന്നുകൊണ്ടാണെന്ന് അറിയില്ല, ഇവനെ ഒന്ന് മാറ്റി നിർത്തുന്നുണ്ട് നമ്മൾ പലരും എന്നുള്ളതാണ്. എന്നാൽ അങ്ങനെ മാറ്റി നിർത്തേണ്ടുന്ന ആവശ്യമൊന്നും ഈ വാഴയ്ക്കില്ല എന്നുള്ളതാണ് സത്യം. കാരണം ഈ വാഴ തന്നെ നിങ്ങൾക്ക് ഇത് തന്നെ നോക്കാം. ഇത് കുറ്റിവാഴയായിട്ട് നമ്മൾ ചെയ്യുന്നതാണ്. കുറ്റിവാഴ മീൻസ് എന്ന് പറയുന്നത് ഒരേ മൂട്ടിൽ തന്നെ എൻ്റെ കന്നുകൾ വളരാൻ നിലനിർത്തിക്കൊണ്ട് നമുക്ക് വലിയ ബുദ്ധിമുട്ടുകളൊന്നും ഇല്ലാതെ കുലകൾ എടുക്കാൻ പറ്റുന്നതാണ്. ഇതിനിപ്പോൾ ഉദാഹരണമായിട്ട് കാണിക്കുമ്പോൾ ഇതിനകത്തിപ്പോൾ 3 കുലകൾ നിങ്ങൾക്ക് കാണാൻ പറ്റും. 3 കുലകൾ ഇതിനകത്ത് നിൽപ്പുണ്ട്. ഒരെണ്ണം ഈ അടുത്ത കാലത്ത് മുറിച്ച് പോയതാണ്. അപ്പോൾ യാതൊരു വിധത്തിലുള്ള വളപ്രയോഗങ്ങൾ അങ്ങനെ വലുതായിട്ടൊന്നുമില്ല. ജൈവവളങ്ങൾ വല്ലപ്പോഴും എന്തെങ്കിലും ചാണകപ്പൊടിയോ പിന്നെ എന്തെങ്കിലുമൊക്കെ ഇട്ട് കൊടുക്കുന്നതല്ലാതെ, വെള്ളം ഒഴിച്ചു കൊടുക്കുന്നതല്ലാതെ വേറെ ഒരു വളവും ഇതിനകത്തില്ല. നല്ല വലിപ്പമുള്ള കുലകൾ കിട്ടുകയും ചെയ്യും. അത്യാവശ്യം പുളിപ്പ് മധുരമുള്ളതാണ്. അങ്ങനെ തീരെ മോശമെന്ന് പറയാൻ പറ്റില്ല. പൂജാകതളിക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മണമോ രുചിയോ ഗുണമൊന്നുണ്ടെന്ന് ഒരുപാട് പേര് പറയുന്നുണ്ട്. അതൊന്നും ആധികാരികമായിട്ടൊന്നും ആരും തെളിയിച്ച് കാണില്ല. പൂജാകതളി എന്ന് പറയുമ്പോൾ അത് നിവേദ്യത്തിന് വെക്കുന്ന വാഴയാണ്. അങ്ങനെ ഒരു വർണ്ണേതര സ്ഥാനം അതിന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടായിരിക്കാം ഒരുപക്ഷെ ഇദ്ദേഹം ആഫ്രിക്കയിൽ നിന്ന് വന്നതുകൊണ്ട് ഇവനൊരു നീഗ്ര വാഴയാണെന്ന് വിചാരിച്ചിട്ടുണ്ടാകുന്ന ആൾക്കാർ അങ്ങനെ ഡീഗ്രേഡ് ചെയ്യപ്പെട്ടൊരു വാഴയാണിത്. അങ്ങനെ ഡീഗ്രേഡ് ചെയ്യേണ്ട യാതൊരു വിധത്തിലുള്ള കാര്യമില്ല. നമുക്ക് അത്യാവശ്യം സ്ഥിരവില കിട്ടുന്നതുമാണ്. ആളുകൾക്ക് കാര്യം പറഞ്ഞ് മനസ്സിലാക്കി കടക്കാർക്ക് കൊടുത്തു കഴിഞ്ഞാൽ, പൂജാകതളി എന്ന് പറഞ്ഞുകൊണ്ട് വിൽക്കാൻ കൊണ്ടുപോയാൽ ചിലപ്പം പണി കിട്ടും. അതിൻ്റെ ആവശ്യമില്ല. ഇത് എൻഗാമ്പി എന്നുള്ള രീതിയിൽ, എൻഗാമ്പി എന്നുള്ള വ്യത്യസ്തമായ വാഴക്കൊലയെന്ന് പറഞ്ഞ് വിറ്റ് കഴിഞ്ഞാൽ യാതൊരു വിധത്തിലുള്ള പ്രശ്നം ഉണ്ടാകാൻ വഴിയില്ല. അതുമാത്രമല്ല, കർഷകൻ ഇതൊരു വ്യവസായമായിട്ട് ചെയ്യുകയാണെങ്കിൽ കർഷകന് വലിയ മുടക്കുമുതലില്ലാതെ ചെയ്യാൻ പറ്റുന്നൊരു വാഴയിനം കൂടെ തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ എൻഗാമ്പിയെ ക്രൂശിക്കുന്നത് അങ്ങ് വെറുതെ വിട്ടേക്കണം. എൻഗാമ്പി മോശം വാഴയല്ല. ഓക്കെ.